ഹലോ സ്റ്റുഡൻസ്, ഇന്ന് എല്ലാവർക്കും പ്രീവിയസ് ക്വസ്റ്റ്യൻ ആൻസറിൻ്റെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മൂന്നാമത്തെ ക്ലാസ് ആണ്. മൂന്നാമത്തെ ക്ലാസ്സിൽ നമ്മൾ 4 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൻ്റെ മുമ്പത്തെ ക്ലാസ്സിൽ വേറെ 2 ക്ലാസ്സുകൾ ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർ നിർബന്ധമായിട്ട് കാണുക. അതിൻ്റെ ലിങ്ക് ഞാൻ വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഓക്കെ, ഒന്നാമത്തെ ചോദ്യം നോക്കിയേ. എ സീക്വൻസ് ഈസ് written by adding 3 to the multiples of 4. ഒരു സീക്വൻസ് ആണ്. ഈ സീക്വൻസ് എങ്ങനെയാണ്, അതിൻ്റെ പ്രത്യേകത പറയുന്നുണ്ട്. 4ന്റെ ഗുണിതങ്ങൾ അല്ലെങ്കിൽ 4ന്റെ മൾട്ടിപ്പിൾസിൻ്റെ കൂടെ 3 ആഡ് ചെയ്ത് വരുന്നതാണ് നമ്മുടെ സീക്വൻസ് എന്ന് പറയുന്നത്. ഓക്കെ, എങ്കിൽ ആ സീക്വൻസിൻ്റെ ഒന്നാമത്തെ ചോദ്യം ആൾജിബ്രൈക് ഫോം എഴുതാനാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് ഇത് ചെയ്യേണ്ട മെത്തേഡ് ഞാൻ പറഞ്ഞുതരാം. ഇപ്പം 4ന്റെ ഗുണിതം 4, 8, 12 അല്ലേ. 4ന്റെ ഗുണിതം എന്ന് പറയുമ്പോൾ 4, 8, 12. നമുക്കറിയാം ഇവിടുത്തെ ആദ്യത്തെ ടേം എന്ന് പറയുന്നത് ആരാണ്? 4 ആണ്. അതാണ് ഫസ്റ്റ് ടേം 4 ആണ്. ഇവിടുത്തെ കോമൺ ഡിഫറൻസ് എത്ര വെച്ച് കൂടി വരുന്നത്? 4 വെച്ചിട്ടാണ്. ഇത്രയും കാര്യങ്ങൾ നമുക്കറിയാലോ. നമുക്ക് ഒരു ഇക്വേഷന് ഈ അരിത്തമെറ്റിക് സീക്വൻസിനകത്ത് പഠിക്കാനുണ്ട്. nth ടേം കാണാനുള്ള ഇക്വേഷൻ എന്താ? dn പ്ലസ് എഫ് മൈനസ് ഡി. dn പ്ലസ് എഫ് മൈനസ് ഡി. അതിൽ ഡി നമുക്കറിയാം എത്രയാണ്? 4 ആണ്. അപ്പോൾ ഡിയുടെ വാല്യൂ കൊടുക്കണം. എന്നിന് നമ്മളൊന്നും കൊടുക്കണ്ട. n അതേപോലെ തന്നെ എഫിൻ്റെ വാല്യൂ കൊടുക്കുക, ഡിയുടെ വാല്യൂ കൊടുക്കുക. അപ്പോൾ 4n പ്ലസ് എഫ് എത്രയാണ്? 4 മൈനസ് കോമൺ ഡിഫറൻസ് 4. അപ്പോൾ ഇതങ്ങോട്ട് ക്യാൻസൽ ആയി പോകും. 4n എന്ന് കിട്ടി അല്ലേ. ഇതിൻ്റെ കൂടെ എത്ര ആഡ് ചെയ്യണമെന്ന് പറഞ്ഞേ? 3 ആഡ് ചെയ്ത് വരുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ 4n പ്ലസ് 3 സിമ്പിളായിട്ട് കിട്ടിയില്ലേ? 4n പ്ലസ് 3 എന്ന് കിട്ടി. ഇതാണ് നമ്മുടെ സീക്വൻസിൻ്റെ നമ്മൾക്ക് എഴുതേണ്ട സീക്വൻസിൻ്റെ ഓൾജിബ്ര ഫോം എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഇനി രണ്ടാമത്തെ ചോദ്യം നോക്ക്. ഫൈൻഡ് ദ 10th ടേം ഓഫ് ദ സീക്വൻസ്. ഫൈൻഡ് ദ 10th ടേം ഓഫ് ദ സീക്വൻസ്. നമുക്ക് നമ്മളെ സീക്വൻസിൻ്റെ ഓൾജിബ്ര ഫോം കിട്ടി. 4n പ്ലസ് 3 ആണെന്ന് കിട്ടി അല്ലേ. ഓൾജിബ്ര ഫോം ഇതാണെങ്കിൽ ഇനി എത്ര ടേം വേണമെങ്കിലും നിങ്ങൾക്ക് എത്രാമത്തെ ടേം വേണമെങ്കിലും കണ്ടുപിടിക്കാം. കാരണം എന്താ? ഈ n എന്ന് പറയുന്നത് കണ്ട, ഈ n-ന് നിങ്ങൾ 1 ഇട്ട് കൊടുത്താൽ എന്ത് കിട്ടി? ഒന്നാമത്തെ ടേം കിട്ടി. 2 കൊടുത്താൽ രണ്ടാമത്തെ ടേം കിട്ടി. അങ്ങനെയാണെങ്കിൽ നമ്മളോട് 10ാമത്തെ ടേം അല്ലേ. അപ്പോൾ ഇവിടെ n-ന് എന്ത് കൊടുത്താൽ മതി? 10 എന്ന് കൊടുത്താൽ മതി. അപ്പോൾ 4 × 10 പ്ലസ് 3. അപ്പോൾ 40 പ്ലസ് 3 43. ക്ലിയർ ആണോ? അപ്പോൾ ഇതിൽ നിന്ന് എന്ത് കാര്യം മനസ്സിലായി? ഒരു സീക്വൻസിൻ്റെ ഓൾജിബ്ര ഫോം അറിഞ്ഞു കഴിഞ്ഞാൽ ഏത് ടേം വേണമെങ്കിലും ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. ക്ലിയർ ആണോ? യെസ്. മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഈസ് 100 ടേം ഓഫ് ദി സീക്വൻസ് വൈ. 100 എന്ന് പറയുന്നത് ഈ സീക്വൻസിലെ ടേം ആണോ അല്ലയോ എന്നാണ് ചോദ്യം. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇത്രേ ഉള്ളൂ. ഇതാണ് നമ്മുടെ ജനറൽ ഫോം അല്ലെങ്കിൽ നമ്മുടെ ഓൾജിബ്ര ഫോം എന്ന് പറയുന്നത് സീക്വൻസിൻ്റെ അല്ലേ. അത് ഈക്വൽ ടു 100 എഴുതാം. ഓക്കെ, നമ്മുടെ സീക്വൻസിൻ്റെ എന്താണ് nth ടേം കാണാനുള്ള ഇക്വേഷൻ നമ്മുടെ കയ്യിലുണ്ട് അല്ലേ. അത് ഈക്വൽ ടു എന്താണ്? 100 എന്ന് എഴുതാം. അപ്പോൾ ഇവിടെ n നമുക്ക് അറിയില്ല. നമ്മൾ ഈ 100 എന്ന് പറയുന്നത് എത്രാമത്തെ ടേം ആണോ ചെക്ക് ചെയ്യാനല്ല പറഞ്ഞിരിക്കുന്നത്. 100 ഇതിലെ ടേം ആണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം എന്താണ് കണ്ടീഷൻ വരാൻ പോകുന്നത്. നിങ്ങളപ്പോൾ ഈ ജനറൽ ഫോം എഴുതിയിട്ട് ഈക്വൽ ടു 100 എഴുതുക. ഈ പ്ലസ് 3നെ ഈക്വൽ ടു ഇപ്പുറത്ത് കൊടുക്കുമ്പോൾ എന്തായി? -3 ആയി അല്ലേ. അപ്പോൾ 100 മൈനസ് 3 എന്ത് കിട്ടി? 97. n-നെ മാത്രം ഇവിടെ നിർത്തുക. n ഈക്വൽ ടു ഈ ഇൻറ്റു 4 ഇങ്ങോട്ടേക്ക് വന്നപ്പോൾ എന്തായി? /4 ആയി, ഡിവിഷൻ ആയി അല്ലേ. 97നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാനായിട്ട് സാധിക്കുമോ മക്കളെ? ഇല്ല, സാധിക്കില്ലെങ്കിൽ അങ്ങനെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അതിനർത്ഥം എന്താ? 100 എന്ന് പറയുന്നത് ഈ സീക്വൻസിലെ ടേം അല്ല. ഇനി ഞാൻ ചോദിക്കുകയാണ്, നിങ്ങൾക്ക് കിട്ടിയ സംഖ്യ, ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ 50 എന്നൊരു സംഖ്യ കിട്ടിയെന്ന് വിചാരിക്കുക. n സമം 50/2 കൃത്യമായിട്ട് ഡിവൈഡ് ചെയ്ത് പോയി അല്ലേ. 25 എന്ന് കിട്ടി. അപ്പോൾ ഇങ്ങനെ കറക്റ്റ് ഡിവൈഡ് ചെയ്ത് പോവുകയാണെങ്കിൽ ഈ കിട്ടുന്ന നമ്പർ ആയിരിക്കും അതിൻ്റെ ടേം അതായത് പൊസിഷൻ എന്ന് പറയാം. ആ ടേമിൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത് കേട്ടോ. ഇപ്പം നമുക്ക് ഇവിടെ എന്തായി പോയിട്ടില്ല? 97 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് പോയിട്ടില്ല. അപ്പം അതുകൊണ്ട് നിങ്ങൾക്ക് ഉറപ്പായിട്ടും പറയാം എന്താ? 100 എന്ന് പറയുന്നത് ഈ സീക്വൻസിലെ ടേം അല്ല. ക്ലിയർ ആണോ? അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റിനകത്ത് 4 മാർക്കാണ്. സിമ്പിളായിട്ട് 4 മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇതും 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ തന്നെയാണ്. AB is a diameter of the semicircle. PC is perpendicular to AB. നമുക്കിവിടെ ഒരു സെമി സർക്കിളാണ് തന്നിരിക്കുന്നത്. അതിൽ AB എന്ന് പറയുന്നത് ഡയാമീറ്റർ ആണ്, സർക്കിളിൻ്റെ ഡയാമീറ്റർ ആണ്. ഈ AB-ക്ക് പെർപെൻഡിക്കുലർ ആയിട്ട് PC എന്ന് പറയുന്ന ഒരു ലൈൻ വരച്ചിട്ടുണ്ട്. ഇതിൽ AP-യുടെ നീളം തന്നിട്ടുണ്ട്. A മുതൽ P വരെയുള്ള നീളം 5 സെൻറ്റിമീറ്ററും P മുതൽ B വരെയുള്ള നീളം 3 സെൻറ്റിമീറ്ററും ആണെങ്കിൽ
ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് പി സിയുടെ ഈ പറയുന്ന പി സിയുടെ നീളം കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ആദ്യം അറിയണമെന്നുണ്ടെങ്കിൽ സർക്കിളിന്റെ ഒരു നിയമവശം ഉണ്ട്, അത് നമുക്ക് ആദ്യം അറിയണം. അപ്പോൾ അതൊന്ന് ഞാൻ പറഞ്ഞു തരാം. ഞാനിവിടെ ഒരു സർക്കിൾ വരച്ചിട്ടുണ്ട്. ആ സർക്കിളിന്റെ സെന്ററിലൂടെ കടന്നു പോകുന്ന ഈ ലൈൻ, അതിനാണ് നമ്മൾ ഡയാമീറ്റർ എന്ന് വിളിക്കുക അല്ലേ. എ ബിയുടെ ഒരു ഡയാമീറ്റർ വരച്ചിട്ടുണ്ട്. ആ ഡയാമീറ്ററിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു കോഡ് വരച്ചിട്ടുണ്ട്. കണ്ടാ, ഈ ക്യു ആർ എന്ന് പറയുന്ന ഒരു കോഡ് ഇതിനകത്ത് കൂടെ പെർപെൻഡിക്കുലർ ആയിട്ട് പോയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ മനസ്സിലാക്കണം, ഡയാമീറ്ററിന് പെർപെൻഡിക്കുലർ ആയിട്ടൊരു കോഡും ഉണ്ടെങ്കിൽ ഈ പറയുന്ന കോഡുകളുടെ ഭാഗങ്ങൾ തമ്മിലൊരു ബന്ധമുണ്ട്. അതായത് എ മുതൽ പി വരെയുള്ള, അതായത് നിങ്ങൾ എ ബി എന്ന് പറയുന്ന കോഡ് നോക്ക്. എ ബി എന്ന് പറയുന്ന കോഡിന്റെ രണ്ട് ഭാഗങ്ങളല്ലേ, ഒന്ന് എ പിയും ഒന്ന് പി ബിയും. ഈ എ ബി എന്ന് പറയുന്ന കോഡിന്റെ രണ്ട് ഭാഗമാണ്, ഒന്ന് എ പി പിന്നെ ആരാ പി ബി. ഇനി ക്യു ആർ എന്ന് പറയുന്ന കോഡിന്റെ ഭാഗങ്ങളാണ് ക്യു പി, അല്ലെങ്കിൽ പി ക്യു എന്ന് പറയാം, അല്ലെങ്കിൽ പി ആർ എന്ന് പറയാം. പി ക്യു ഉണ്ട്, പി ആർ ഉണ്ട് അല്ലേ. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒരു ബന്ധമുണ്ട്. ബന്ധം പറയണം, എ പി ഇൻറ്റു പി ബി ഈക്വൽ ടു പി ക്യു ഇൻറ്റു പി ആർ ആയിരിക്കും. ക്ലിയർ ആണോ? ഒന്നുകൂടി പറയാം, എ പി ഇൻറ്റു പി ബി എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആയിരിക്കും? പി ക്യു ഇൻറ്റു പി ആറിന് ഈക്വൽ ആയിരിക്കും. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, ഈ പി ആറിൻ്റെയും പി ക്യുവിൻ്റെയും നീളം എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഈ പി ക്യുവിൻ്റെയും പി ആറിൻ്റെയും നീളം എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അപ്പോൾ എനിക്ക് ഈ പി ആർ എന്നുള്ളിടത്ത് പകരം എന്തെന്ന് കൊടുക്കാം? പി ക്യു എന്ന് കൊടുത്തൂടെ? ഈ പി ആറിന് പകരം എന്തെന്ന് കൊടുക്കാം? പി ക്യു എന്ന് കൊടുക്കാം അല്ലേ. അങ്ങനെയാണെങ്കിൽ പി ക്യു ഇൻറ്റു പി ക്യു എന്ന് പറയുന്നത് എന്തായിട്ട് വരും? പി ക്യു സ്ക്വയർ ആയിട്ട് വരും. ക്ലിയർ ആണോ? ഇതാണ് നമ്മുടെ റിലേഷൻ എന്ന് പറയുന്നത്. ഇനി നമ്മുടെ നേരെ ക്വസ്റ്റ്യനിലേക്ക് വരാം. ക്വസ്റ്റ്യനിലേക്ക് വരാണെങ്കിൽ നമുക്കറിയാം ഇതൊരു ഡയാമീറ്റർ ആണ്. എ ബി എന്ന് പറയുന്ന ഡയാമീറ്റർ ആണെങ്കിൽ നമുക്കറിയാം അതിന്റെ ഭാഗങ്ങളാണ് എ പി ഇൻറ്റു പി ബി. എ പി ഇൻറ്റു പി ബി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എങ്ങനെ എഴുതാം? എ പി ഇൻറ്റു പി ബി സമം എന്ന് പറയുന്നത് എന്തിന് സ്ക്വയർ ആയിരിക്കും? പി സി സ്ക്വയർ ആയിരിക്കും. ഓക്കെ, എ പിയുടെ അളവ് നമുക്കറിയാം എത്രയാണ്? എ പി എന്ന് പറയുന്നത് എത്രയാണ്? 5 സെന്റിമീറ്റർ. പി ബി എന്ന് പറയുന്നത് 3 സെന്റിമീറ്റർ. ഈക്വൽ ടു പി സി സ്ക്വയർ. 5 3 15. ഓക്കെ, ഈ പി സിയുടെ സ്ക്വയർ ഇങ്ങോട്ടേക്ക് കൊടുക്കുമ്പോൾ എന്താവും? അത് റൂട്ട് ആവും. അപ്പോൾ റൂട്ട് 15. പി സി എന്ന് പറയുന്നത് എന്ത് കിട്ടി? റൂട്ട് 15. ഇതാണ് അതിൻ്റെ എ എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ്റെ ആൻസർ. ഇനി ബി എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ നോക്കുക. ഡ്രോ എ സ്ക്വയർ ഓഫ് ഏരിയ 50 സ്ക്വയർ സെന്റിമീറ്റർ. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഒരു സ്ക്വയർ വരയ്ക്കണം. ആ സ്ക്വയറിന്റെ ഏരിയ എന്ന് പറയുന്നത് എന്തായിരിക്കണം? 15 സ്ക്വയർ സെന്റിമീറ്റർ ആയിരിക്കണം. ക്ലിയർ ആണോ? നമുക്കറിയാം ഈ ഒരു ലെങ്ത് ഇപ്പം നമുക്ക് കിട്ടിയ എത്രയാണ്? റൂട്ട് 15 ആണെന്ന് കിട്ടി. റൂട്ട് 15 ആണെന്ന് നമ്മൾ എ എന്ന് പറയുന്ന ക്വസ്റ്റ്യനിലൂടെ നമ്മൾ കണ്ടുപിടിച്ചു അല്ലേ. അപ്പം ഇതേ വശമുള്ള ഒരു സ്ക്വയർ നമ്മൾ വരച്ചാൽ പോരെ? ഇതേ നീളമുള്ള ഈ പറയുന്ന ലെങ്ത് ഉള്ള ഒരു സ്ക്വയർ നമ്മൾ വരച്ചു കഴിഞ്ഞാൽ എന്തായി? നമുക്ക് ഏരിയ 15 ഉള്ളത് കിട്ടി. കാരണം സ്ക്വയറിന്റെ ഈ വശം എത്ര ആവും? റൂട്ട് 15. ഇത് റൂട്ട് 15 അല്ലേ നമുക്ക് കിട്ടി. അങ്ങനെയാണെങ്കിൽ ഇത് റൂട്ട് 15 ആവും, ഇത് റൂട്ട് 15 ആവും, ഇത് റൂട്ട് 15 ആവും അല്ലേ. സ്ക്വയറിന്റെ ഏരിയ ആണല്ലോ ഇക്വേഷൻ അറിയാം നമുക്ക്. എന്താ? എ സൈഡ് ഇൻറ്റു സൈഡ് ആണ്. സൈഡ് ഇൻറ്റു സൈഡ് എന്ന് പറയുമ്പോൾ ഇവിടെ നമുക്ക് റൂട്ട് 15 അല്ലേ. റൂട്ട് 15 ഇൻറ്റു റൂട്ട് 15 എന്തെന്ന് വരും? 2 റൂട്ടുകളാണ് അല്ലേ, സെയിം നമ്പറാണ്. അപ്പം എന്ത് വരും? 15 എന്ന് കിട്ടും. അപ്പം ഈ ഒരു രൂപത്തിലാണ് നമ്മൾ വരക്കേണ്ടത്. അപ്പോൾ വരക്കേണ്ട രീതി ഞാൻ പറഞ്ഞുതരാം, കൃത്യമായിട്ട് ശ്രദ്ധിച്ച് കേട്ടിരിക്കുക കേട്ടോ. ചോദ്യം എങ്ങനെയാണ്? ഡ്രോ എ സ്ക്വയർ ഓഫ് ഏരിയ 15 സ്ക്വയർ സെന്റിമീറ്റർ. 15 സ്ക്വയർ സെന്റിമീറ്റർ ഉള്ള എന്ത് വരയ്ക്കണം? ഒരു സ്ക്വയർ വരയ്ക്കണം. അപ്പോൾ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത്, ഇവിടെ നമുക്കറിയാം ഈ ഡയാമീറ്ററിന്റെ നീളം എത്രയാണ്? 5 3 8 സെന്റിമീറ്റർ ആണ് അല്ലേ. അപ്പം നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് 8 സെന്റിമീറ്റർ. എത്ര? ഒരു 8 സെന്റിമീറ്റർ നിങ്ങൾ എന്ത് ചെയ്യുക? നീളത്തിൽ ഒരു വര വരക്കാം. 8 സെന്റിമീറ്റർ നീളത്തിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഒരു ലൈൻ വരക്കുക. എന്നിട്ട് ഈ 5 സെന്റിമീറ്റർ അവസാനിക്കുന്നിടത്ത് നിങ്ങളൊരു പോയിന്റ് കൊടുക്കുക. കാരണം ടോട്ടൽ 8 സെന്റിമീറ്റർ ആണെങ്കിലും ഇതിൽ 5 സെന്റിമീറ്റർ വരെയും ഒരു ഭാഗവും 3 സെന്റിമീറ്റർ വേറൊരു ഭാഗമാണ് അല്ലേ. അപ്പോൾ ഒരു 5 സെന്റിമീറ്റർ ആയിട്ട് ഒരു ഭാഗം ഒന്ന് മാർക്ക് ചെയ്യുക, ഒരു പോയിന്റ് ഇട്ട് കൊടുക്കുക. ഇതേപോലെ ഒരു സ്ട്രൈറ്റ് ലൈൻ വരക്കുക. എന്നിട്ട് ഈ ലൈനെ നമ്മൾ എന്ത് ചെയ്യണം? ബൈസെക്ട് ചെയ്യണം. അതായത് ഈ 8 സെന്റിമീറ്റർ നമ്മൾ എന്ത് ചെയ്യണം? ബൈസെക്ട് ചെയ്യണം. ബൈസെക്ട് ചെയ്യാൻ എന്താ മാർഗം? പകുതി കൂടുതൽ എടുക്കണം. എന്താണ്? പകുതി കൂടുതൽ എടുക്കണം. അതായത് ഈ ലൈൻ്റെ പകുതി കൂടുതൽ കോമ്പസിൽ എടുത്തിട്ട് ഇവിടെ ഒരു ആർക്ക് വരക്കുക, അതേ അളവിൽ താഴോട്ടൊരു ആർക്ക് വരക്കുക. ഇതേപോലെ മുകളിലൊരു ആർക്ക് വരക്കുക, താഴോട്ടൊരു ആർക്ക് വരക്കുക. എന്നിട്ട് നമ്മൾ ഈ ലൈനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ബൈസെക്ട് ചെയ്യുന്നു. ബൈസെക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ ഒരു പോയിന്റ് കിട്ടൂലേ. ഈ പോയിന്റിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ എന്ത് വരയ്ക്കേണ്ടത്? ഒരു സെമി സർക്കിൾ വരയ്ക്കേണ്ടത്. ഇവിടെ കോമ്പസിന്റെ നീഡിൽ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്ത് വരയ്ക്കണം? ഒരു സർക്കിൾ വരയ്ക്കണം. മനസ്സിലായോ? നമ്മൾ ഇങ്ങനെയാണ് കോമ്പസ് എങ്കിൽ കോമ്പസിന്റെ പെൻസിൽ ഭാഗം ഇവിടെ വരണം. ഇവിടെ എന്ത് വരണം?
നീഡിലും വരണം. മനസ്സിലായി? ഇത് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ എന്ത് വരക്കേണ്ടത്? ഇതിന് സർക്കിൾ വരക്കേണ്ടത്, സെമി സർക്കിൾ വരക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അടുത്ത ഭാഗം നോക്കാം. അങ്ങനെ നമ്മളൊരു സെമി സർക്കിൾ വരച്ചെന്ന് വിചാരിക്കാം. സെമി സർക്കിൾ വരച്ചു. എന്നിട്ട് നമ്മൾ നേരത്തെ ഒരു 5 സെൻറ്റിമീറ്റർ കഴിഞ്ഞിട്ട് ഒരു പോയിന്റ് മാർക്ക് ചെയ്തിരുന്നില്ലേ? ഇല്ലേ? ആ പോയിന്റിൽ നിന്ന് പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു ലൈന് നമ്മൾ സർക്കിളിലേക്ക് വരക്കാം. പെർപെൻഡിക്കുലർ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യാം? സർക്കിളിലേക്ക് ഒരു ലൈൻ വരക്കാം. അപ്പോൾ എന്തായാലും സർക്കിളിൽ ചെന്ന് മുട്ടൂലേ ഈ ലൈന്? ഈ ലൈൻ്റെ അളവ് നമുക്കറിയാം എത്രയാണ്? √15 ആണെന്നറിയാം. √15 ആണ്. ഈ അളവ് നമ്മൾ കോമ്പസിൽ എടുക്കാം. ഏത്? ഈ പറയുന്ന അളവ് നമ്മൾ കോമ്പസിൽ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കായിട്ട് തുല്യ അളവായിരിക്കണം എല്ലായിടത്തും. അപ്പോൾ നമ്മൾ കോമ്പസിൽ ഈ ഒരു അളവ് എടുത്തിട്ട് ഇവിടെ നിന്ന് കുത്തി ഇവിടെ ഒരു ആർക്ക് വരക്കുക, ഇവിടെയും കുത്തി ഇവിടെ ഒരു ആർക്ക് വരക്കുക. എന്നിട്ട് ഈ ലൈൻ പതുക്കെ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്ത് വരക്കാം. ഓക്കെ, എന്നിട്ട് ഇവിടെ നിന്ന് അതേ അളവ്, ഈ അളവ് തന്നെ ഇവിടെ വെച്ചിട്ട് കോമ്പസിൽ ഇവിടെ മാർക്ക് ചെയ്യുക, ഇവിടെ ഒരു ആർക്ക് വരക്കുക, എന്നിട്ട് യോജിപ്പിച്ചിട്ട് ഇവിടെ ഒരു സ്ക്വയർ വരക്കുക. ഈ സ്ക്വയറിൻ്റെ ഏരിയ എന്ന് പറയുന്നത് എന്തായിരിക്കും? 15 ആയിരിക്കും. ഈ സ്ക്വയറിൻ്റെ ഏരിയ എന്ന് പറയുന്നത് എത്ര ആയിരിക്കും? 15 സ്ക്വയർ സെൻറ്റിമീറ്റർ ആയിരിക്കും. ഞാൻ കൺസ്ട്രക്ഷൻ്റെ മാത്രമായിട്ടൊരു വീഡിയോ നമ്മുടെ ചാനലിൽ മുമ്പ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ജസ്റ്റ് നമ്മുടെ ചാനലിൽ മാത്സിൻ്റെ പ്ലേലിസ്റ്റ് ഉണ്ട്. ആ മാത്സിൻ്റെ പ്ലേലിസ്റ്റിൽ പോയി കഴിഞ്ഞാൽ കൺസ്ട്രക്ഷൻ്റെ മാത്രമായിട്ടുള്ളൊരു വീഡിയോ ഉണ്ട്. അതെല്ലാവരും കണ്ടു നോക്കുന്നത് കുറച്ചും കൂടി യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. പെരിമീറ്റർ ഓഫ് എ റെക്റ്റാങ്കിൾ ഈസ് 80 സെൻറ്റിമീറ്റർ. ഇറ്റ്സ് ഏരിയ ഈസ് 384 സ്ക്വയർ സെൻറ്റിമീറ്റർ. ഫൈൻഡ് ദ ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത് ഓഫ് ദി റെക്റ്റാങ്കിൾ. ഒരു റെക്റ്റാങ്കിളിൻ്റെ പെരിമീറ്റർ തന്നിട്ടുണ്ട് എത്രയാണ്? 80 സെൻറ്റിമീറ്റർ എന്നും അതിൻ്റെ ഏരിയ, അപ്പം ഏരിയ തന്നിട്ടുണ്ട് 384 എന്നും അതുപോലെ തന്നെ പെരിമീറ്റർ തന്നിട്ടുണ്ട് എത്രയാണ്? 80 സെൻറ്റിമീറ്റർ എന്നും. നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞത് എന്താ? ലെങ്ത്തും ബ്രെഡ്ത്തും കണ്ടുപിടിക്കണം. ഇതിനും തരുന്നത് എത്ര മാർക്കാണ്? 4 മാർക്കാണ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനൊക്കെ 4 മാർക്കിൻ്റെ തന്നെയാണ് കേട്ടോ. അപ്പം നമുക്കറിയാം പെരിമീറ്റർ തന്നിട്ടുണ്ട് 80. അപ്പം ഞാൻ അത് ആദ്യം എഴുതി വെക്കണം. പിന്നെ റെക്റ്റാങ്കിൾ ആണ് ഇവിടെ അല്ലേ? റെക്റ്റാങ്കിളിൻ്റെ പെരിമീറ്റർ കാണാനുള്ള ഇക്വേഷൻ എല്ലാവർക്കും അറിയാലോ. ആ ഈ പെരിമീറ്ററിന് പകരം റെക്റ്റാങ്കിളിൻ്റെ പെരിമീറ്റർ കാണാനുള്ള ഇക്വേഷൻ എഴുതി വെച്ച് ഈക്വൽ ടു 80 എന്ന് എഴുതി. ഓരോ സ്റ്റെപ്പും ക്ലിയർ ആണല്ലോ? ക്ലിയർ ആണെങ്കിൽ നിങ്ങൾ ഓക്കെ ആയിരിക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ ഒന്നും കൂടി ഒന്ന് കണ്ടു നോക്കണം കേട്ടോ. പെരിമീറ്ററിൻ്റെ എന്താണ് ഇക്വേഷൻ എഴുതി വെച്ച് ഈക്വൽ ടു 80 എന്ന് എഴുതി. ഇനി 2 ഇൻറ്റു എന്നല്ല ഇവിടെ, 2 ഇൻറ്റു ഈ ഇൻറ്റു 2നെ എന്ത് ചെയ്തു? ഈക്വൽ ടുൻ്റെ അപ്പുറത്ത് കൊടുത്തു. അപ്പോൾ എന്ത് ചെയ്തു? 80/2 എന്നായി. 80/2 ഇവിടെ L+B മാത്രമായി. ഈ 2 ഇങ്ങോട്ടേക്ക് വന്നപ്പോൾ ഡിവിഷനായി. 80നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ എന്ത് കിട്ടി? 40 എന്ന് കിട്ടി. അപ്പം L+B എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടി? 40 എന്ന് എഴുതാം. ഓക്കെ, ഇനി ഇവിടെ L+B ഈക്വൽ ടു 40 ആണ് അല്ലേ? ഈ എല്ലിനെ മാത്രം ഇവിടെ നിർത്തി ബീനെ ഇങ്ങോട്ടേക്ക് കൊടുത്തു. ഈ +Bനെ ഇങ്ങോട്ടേക്ക് കൊടുത്തു. അപ്പോൾ എന്തായി? 40 - B ആക്കി. ഇതെന്തിനെങ്ങനെ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്നാലേ നമുക്ക് കറക്റ്റ് ഒരു ആൻസറിലേക്ക് എത്തിപ്പെടാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ ഈ +Bനെ ഇങ്ങോട്ടേക്ക് കൊടുത്തപ്പോൾ എന്തായി? 40 - B എന്നായി. ക്ലിയർ ആണല്ലോ? ഇവിടെ വരെയും ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇനി നമുക്ക് വേറൊരു സാധനം ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. എന്താ? ഏരിയ എത്രയാണ്? 384 ആണ്. അപ്പോൾ ഏരിയ ഈക്വൽ ടു 384 എന്ന് എഴുതി വെച്ചു. ക്ലിയർ ആണല്ലോ? ഇനി ഏരിയ കാണാനുള്ള ഇക്വേഷൻ നിങ്ങൾക്കറിയാം, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. അപ്പോൾ L/B ഈക്വൽ ടു 384 എന്ന് എഴുതി വെച്ചു. ഇനി നിങ്ങൾക്കൊരു കാര്യം അറിയാം, L എന്ന് പറഞ്ഞാൽ എന്താണ്, ലെങ്ത് എന്ന് പറഞ്ഞാൽ എത്രയാണെന്നുള്ളത് നമ്മൾ ഓൾറെഡി ഇവിടെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ടല്ലോ. L ഈക്വൽ ടു 40 - B. അപ്പോൾ ഈ Lന് പകരം, ഈ കാണുന്ന Lന് പകരം ഈ വാല്യൂ എഴുതിക്കൂടെ? യെസ്. അപ്പോൾ ഈ Lന് പകരം ഞാനിവിടെ 40 - B എന്ന് എഴുതി. ഇൻറ്റു ബി അങ്ങനെ തന്നെയാണ്. ബിക്ക് പ്രത്യേകിച്ച് നമുക്ക് ഇവിടെ വല്ല വാല്യൂസ് കിട്ടിയിട്ടുണ്ടോ? ഇല്ല. ബി അങ്ങനെ തന്നെ എഴുതി. ഈക്വൽ ടു 384. ക്ലിയർ ആണോ? അപ്പോൾ എല്ലിന് പകരം ഇതെഴുതി, വേറെ ഒന്നും നമ്മൾ ചേഞ്ച് ചെയ്തിട്ടില്ല. ഇനി ഈ പുറത്ത് കിടക്കുന്ന, ഈ ബ്രാക്കറ്റിന് പുറത്ത് കിടക്കുന്ന ബിയിനെ നമ്മൾ എന്ത് ചെയ്തു? ഉള്ളിലുള്ള ഓരോ ടേമുമായിട്ടും നമ്മൾ എന്ത് ചെയ്യണം? ഇൻറ്റു ചെയ്യണം. അപ്പോൾ ബിയിനെ 40 കൊണ്ട് ഇൻറ്റു ചെയ്തു. 40B. ഇനി അടുത്തത് ബിയിനെ -B ആയിട്ട് ഇൻറ്റു ചെയ്യണം. ബിയിനെ -B ആയിട്ട് ഇൻറ്റു ചെയ്തപ്പോൾ -B². നമുക്കറിയാം B × B² ഇവിടെ മൈനസ് ഉള്ളത് കൊണ്ട് ഇവിടെ മൈനസ് ഈക്വൽ ടു 384. ക്ലിയർ ആണോ? ഇനി നമുക്കറിയാം എപ്പോഴും B² ഉള്ളതായിരിക്കണം, സ്ക്വയർ ഉള്ള ടേം ആയിരിക്കണം ആദ്യം എഴുതേണ്ടത്. പിന്നെ അതിനുശേഷം നമ്മൾ B ഉള്ള ടേം, നമ്മൾ അങ്ങനെ തന്നെയല്ല മുമ്പൊക്കെ പഠിച്ചിരിക്കുന്നത്. X² ആദ്യം എഴുതണം, അത് കഴിഞ്ഞിട്ട് എക്സിൻ്റെ ടേം അല്ലേ, അത് കഴിഞ്ഞിട്ട് നമ്പർ മാത്രമാണെങ്കിൽ അങ്ങനെയാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത് അല്ലേ. ജസ്റ്റ് ഒരു എക്സാമ്പിൾ എഴുതിയെന്ന് മാത്രം ഉണ്ടാവും. അപ്പോൾ B² ടേം ആദ്യം എഴുതി, അത് കഴിഞ്ഞിട്ട് B ഉള്ള ടേം എഴുതി.
നിങ്ങൾ നോക്ക്, ശ്രദ്ധിക്കണം. ഇവിടെ ബി സ്ക്വയർ എന്ന് പറയുന്ന ടേമിന് മൈനസ് വന്നാൽ ശ്രദ്ധിക്കണം കേട്ടോ. ബി സ്ക്വയർ എന്ന് പറയുന്ന ടേമിന് മൈനസ് വന്നാൽ നമ്മൾ എന്ത് ചെയ്യണം? എല്ലാത്തിൻ്റെയും സൈന് നമ്മൾ ചേഞ്ച് ചെയ്ത് കൊടുക്കണം. അങ്ങനെ വന്നാൽ സാധാരണ നമ്മൾ പറയാം -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം എന്നാണ്. നിങ്ങൾക്ക് എളുപ്പവഴിയിൽ കാര്യങ്ങളും പഠിച്ചെടുക്കാൻ എന്ത് ചെയ്താൽ മതി? സ്ക്വയർ ഉള്ള ടേമിനെ, അതായത് ഇപ്പോൾ ബി സ്ക്വയറോ എക്സ് സ്ക്വയറോ എന്തോ ആയിക്കോട്ടെ, അതിന് മൈനസ് വന്നു കഴിഞ്ഞാൽ എല്ലാത്തിൻ്റെ ചിഹ്നം നമ്മൾ ചേഞ്ച് ചെയ്ത് കൊടുക്കണം. പ്ലസ് ഉള്ളത് മൈനസ് ആക്കണം, മൈനസ് ഉള്ളത് പ്ലസ് ആക്കണം. അപ്പോൾ നോക്കിയേ, ഇവിടെ മൈനസ് ആയിരുന്നില്ലേ, ഇവിടെ വന്നപ്പോൾ എന്തായത്? പ്ലസ് ആയി. 40 പ്ലസ് 40 ബി എന്നുള്ളത് ഇവിടെ വന്നപ്പോൾ എന്തായി? -40 ബി ആയി. പ്ലസ് 384 എന്നുള്ളത് ഇങ്ങോട്ട് വന്നപ്പോൾ എന്തായി? -384 ക്ലിയർ ആണോ? ഒരു എക്സാമ്പിളും കൂടി നമുക്ക് നോക്കാം. ഇത് നോക്ക്, -x² പ്ലസ് 10x = 24. ഓക്കെ, മനസ്സിലായ? ഇവിടെ x² എന്താണ്? മൈനസ് ആണ്. x² എന്താണ്? മൈനസ് ആണ്. 10x, എക്സിന്റെ ടേം ഇവിടെ എന്താണ്? പ്ലസ് ആണ്. അപ്പൊ x² ടേമിന് മൈനസ് വന്നപ്പോൾ എന്ത് ചെയ്യണം? എല്ലായിടത്തെ സൈൻ എന്ത് ചെയ്യണം? നമ്മൾ ചേഞ്ച് ചെയ്യണം അല്ലേ? ഇപ്പൊ ഇവിടുത്തെ മൈനസ് പോയി ഇവിടെ എന്തായി? പ്ലസ് ആയി അല്ലേ? ഇവിടുത്തെ പ്ലസ് പോയി ഇവിടെ എന്തായി? മൈനസ് ആയി. ഇവിടുത്തെ പ്ലസ് പോയിട്ട് ഇവിടെ എന്തായി? മൈനസ് ആയി. തെറ്റിക്കോ? ഇനി ഇത് ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ തെറ്റിക്കോ? ഇല്ല. അപ്പം നമ്മൾ ആ ചേഞ്ച് ചെയ്തിട്ട് എഴുതി. ഇനി ഞാൻ കഴിഞ്ഞ ദിവസം ഇന്നലത്തെ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു തന്നിരുന്നു, ബി എന്ന് പറയുന്ന ടേമിൻ്റെ കൂടെ വരുന്ന ആളുടെ പകുതി എടുത്തിട്ട് രണ്ട് വശത്തും നമ്മൾ സ്ക്വയർ ചെയ്ത് ആഡ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇല്ലേ? കംപ്ലീറ്റ് സ്ക്വയർ മെത്തേഡ് പഠിപ്പിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഇന്നലത്തെ ക്ലാസ് കാണാത്തവരാണെങ്കിൽ അത് കണ്ടു നോക്കട്ടെ, അതിലുണ്ടായിരുന്നു, ഞാൻ ഈ മെത്തേഡ് പഠിപ്പിച്ചു തന്നിരുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിയേ, ഇവിടെ ബി സ്ക്വയർ മൈനസ് ബി, ബിയുടെ ടേം അല്ലേ? ബിയുടെ കൂടെ വരുന്ന ടേം ഏതാണ്? 40 ആ 40ന്റെ പകുതി എടുക്കുന്നു. 40ന്റെ പകുതി എടുത്തിട്ട് ഈക്വൽ ടുവിന്റെ രണ്ട് വശങ്ങളിൽ ലെഫ്റ്റിലും റൈറ്റിലും ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നു. എങ്ങനെ? സ്ക്വയർ ചെയ്തിട്ടാണ് ആഡ് ചെയ്യണത്. 40ന്റെ പകുതി 20, ആ 20നെ സ്ക്വയർ ചെയ്യണം. സ്ക്വയർ ചെയ്തിട്ട് ആഡ് ചെയ്യണം. അപ്പോൾ ഇവിടെയും നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തു, ഇവിടെയും നമ്മൾ എന്ത് ചെയ്തു? ആഡ് ചെയ്ത് കൊടുത്തു. നമുക്കറിയാം ബി സ്ക്വയർ മൈനസ് 40b പ്ലസ് 20 സ്ക്വയർ എന്ന് പറയുന്നതിന് ചുരുക്കി എഴുതുമ്പോൾ എങ്ങനെ വരും? ബി മൈനസ് 20 ഹോൾ സ്ക്വയർ, ബി മൈനസ് 20 ഹോൾ സ്ക്വയർ. നമുക്കറിയാം ഇത് എ മൈനസ് ബി ഹോൾ സ്ക്വയർ രൂപത്തിലുള്ളതാണ് അല്ലെ? എക്സ്പാൻഷൻ രൂപമാണ്. അതിനെ ചുരുക്കി എഴുതുമ്പോൾ ബി മൈനസ് 20 ഹോൾ സ്ക്വയർ. അപ്പോൾ ഇത് വല്ലാണ്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, ഞാൻ ഇന്നലത്തെ ക്ലാസ്സിൽ ഇത് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. അതുകൊണ്ട് ഇന്ന് ഞാൻ അത് വല്ലാണ്ട് ഡെപ്തിലേക്ക് പോകണില്ല. ഓക്കെ, അപ്പോൾ ഇതിനെ ചുരുക്കി എഴുതിയപ്പോൾ എന്തായി? ബി, ഇവിടെ ബി ആണ് അല്ലേ? എ സ്ക്വയറിന് പകരം ഇവിടെ ബി സ്ക്വയർ, അപ്പോൾ ബി. ഓക്കെ, നമ്മൾ പഠിച്ചിട്ടുണ്ട് എ മൈനസ് ബി ഹോൾ സ്ക്വയർ എന്താണ് അല്ലേ? എന്താണ്? എ സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ ആണെന്ന് പഠിച്ചിട്ടുണ്ട് അല്ലേ? ഇവിടെ എ സ്ക്വയറിന് പകരം ആരാണ്? ബി സ്ക്വയർ ആണ്. ഇവിടെ ബി സ്ക്വയറിന് പകരം ഇവിടെ ആരാണ്? 20ന്റെ സ്ക്വയർ ആണ്. ക്ലിയർ ആണല്ലോ? അപ്പോൾ നമ്മൾ ചുരുക്കി എഴുതുമ്പോൾ എക്ക് പകരം ആര് എഴുതണം? ഇവിടെ ബി ആണ്. ഇവിടെ ബിക്ക് പകരം ഇവിടെ ആരാണ്? 20 അല്ലേ? അങ്ങനെയാണ് ചുരുക്കി എഴുതിയത്. ഒന്നുകൂടി പറഞ്ഞത് മാത്രം കേട്ടോ. അപ്പോൾ ബി മൈനസ് 20 ഹോൾ സ്ക്വയർ ഈക്വൽ ടു -384 പ്ലസ് 20ന്റെ സ്ക്വയർ 400. ഇനി ഇവിടെ പ്ലസും മൈനസും വന്നാൽ വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കണം. 400 384 കുറച്ചു, എത്ര? 16. ഈ റൂട്ട് എങ്ങനെ വന്ന്? നമുക്കറിയാം ബി മൈനസ് 20 ഹോൾ സ്ക്വയർ ആയിരുന്നു അല്ലേ? ആ സ്ക്വയർ ഇങ്ങോട്ട് വന്നപ്പോൾ എന്തായത്? റൂട്ടായി. ഈ സ്ക്വയർ ഇങ്ങോട്ടേക്ക് വന്നപ്പോൾ എന്തായത്? റൂട്ടായി. ക്ലിയർ ആണോ? ഇനി നമുക്കറിയാം റൂട്ട് 16 എത്രൻ്റെയാണ്? 4ൻ്റെയാണ്. റൂട്ട് 16 4ൻ്റെയാണ്. ബി മൈനസ് 20 റൂട്ട് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അവിടെ പ്ലസ് ഓർ മൈനസ് ഇട്ട് കൊടുക്കണം. റൂട്ട് കഴിഞ്ഞാൽ അവിടെ മറക്കാതെ ചെയ്യേണ്ട കാര്യമാണ് ഈ പ്ലസ് ഓർ മൈനസ് നമ്മൾ ഇട്ട് കൊടുക്കണം. പ്ലസും വെച്ചിട്ട് ചെയ്യണം, മൈനസും വെച്ച് ചെയ്യണം. അപ്പോൾ നമുക്ക് ബി മൈനസ് 20 സമം പ്ലസ് വെച്ചിട്ടാണെങ്കിൽ 4, ബി മൈനസ് 20 സമം ഈക്വൽ ടു ഇവിടെ ഈക്വൽ ടു എന്താണ്? -4 എന്ന് എഴുതണം അല്ലേ? അപ്പോൾ പ്ലസ് വെച്ചിട്ട് 4ന് നമ്മൾ പ്ലസും വെച്ചും ചെയ്യണം, മൈനസും വെച്ചും ചെയ്യണം. ക്ലിയർ ആണോ? അപ്പോൾ ബി മൈനസ് 20 ഈക്വൽ ടു 4, ബി മൈനസ് 20 ഈക്വൽ ടു -4. ഇനി എന്ത് ചെയ്യണം? ഈ -20നെ നമ്മൾ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരണം. -20നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുമ്പോൾ എന്താവും? +20 ആയി. അപ്പോൾ ബി ഈക്വൽ ടു 24 എന്ന് കിട്ടി, 24. ഇനി ഇവിടെ നോക്ക്, ബി ഈക്വൽ ടു -20നെ ഈക്വൽ ടു ഇപ്പുറത്ത് കൊടുക്കുമ്പോൾ എന്താവും? +20 ആയിട്ട് മാറി അല്ലേ? അപ്പോൾ ഇവിടെ പ്ലസും ഉണ്ട് മൈനസും ഉണ്ട് അല്ലേ? അപ്പോൾ വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കണം, 24 കുറയ്ക്കണം, 16 പ്ലസ് 16. ഓക്കെ, ഇപ്പം നമുക്കിവിടെ രണ്ട് ലെങ്ത്തുകൾ കിട്ടി, ഒന്ന് 24ഉം ഒന്ന് 16ഉം. ഇതിൽ എന്താണ്? ലെങ്ത് ആയിരിക്കും എപ്പോഴും നീളം കൂടുതൽ അല്ലേ? അപ്പോൾ ലെങ്ത്തിന് ഞാൻ 24 സെൻറ്റിമീറ്റർ ആയിട്ടും നീളം കുറവ്, ലെങ്ത് കുറവ് ഇവിടെ ആരാണ്? 16. ഇതിനെ ഞാൻ എന്തായിട്ട് ബ്രെഡ്ത്ത് ആയിട്ട് കൊടുത്തു.
ക്ലിയർ ആണോ? അപ്പോൾ ഇത് ലെങ്ത് ആയിട്ടും ഇതെന്തായിട്ട് എടുക്കണം, നമ്മൾ ബ്രെഡ്ത്ത് ആയിട്ടും കണക്കാക്കണം. ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഈ ഒരു ക്വസ്റ്റ്യൻ പ്രോബബിലിറ്റിയിലെ ക്വസ്റ്റ്യൻ ആണ്. ഒരു ക്ലാസ്, അതായത് 10ാം ക്ലാസ് എയിൽ 25 ആൺകുട്ടികളുണ്ട്, അതുപോലെ തന്നെ 20 പെൺകുട്ടികളുണ്ട്. 10ാം ക്ലാസ് ബിക്കകത്ത് 26 ബോയ്സ് ഉണ്ട്, 24 ഗേൾസ് ഉണ്ട്. ഓക്കെ, ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ബോത്ത് ബീയിങ് ഗേൾസ്? രണ്ട് ക്ലാസ്സിൽ നിന്നും പെൺകുട്ടികൾ മാത്രം വരാനുള്ള സാധ്യത എത്ര? രണ്ട് ക്ലാസ്സിൽ നിന്നും പെൺകുട്ടികൾ മാത്രം വരാനുള്ള സാധ്യത എത്ര എന്ന് ചോദിച്ചാൽ നോക്ക്, കൃത്യമായിട്ട് ശ്രദ്ധിക്കണം. പ്രോബബിലിറ്റി ബോത്ത് ഗേൾസ്, രണ്ടും ഗേൾസ് അല്ലേ? അപ്പോൾ ഇവിടുത്തെ ഗേൾസിൻ്റെ എണ്ണം, ഏത് ക്ലാസ് എ, 10ാം ക്ലാസ് എയിലെ ഗേൾസിൻ്റെ എണ്ണം എത്രയാണ്? 20 ഇൻറ്റു ഈ ക്ലാസ്സിലെ ഗേൾസിൻ്റെ എണ്ണം എത്രയാണ്? 24. അപ്പോൾ രണ്ട് ക്ലാസ്സിൽ നിന്നും ഗേൾസ് മാത്രമേ വരാൻ പാടുള്ളൂ. അപ്പോൾ ഇവിടുത്തെ ഗേൾസിൻ്റെ എണ്ണം ഇൻറ്റു ഇവിടുത്തെ ഗേൾസിൻ്റെ എണ്ണം ഇൻറ്റു ചെയ്തിട്ട് ബൈ ടോട്ടൽ എത്രയാണ്? ഇവിടെ ടോട്ടൽ എത്ര പേരുണ്ട് ക്ലാസ് എയിൽ? 10 എയിൽ എത്ര പേരുണ്ട്? 45. 10 ബിയിൽ എത്ര പേരുണ്ട്? 50. അത് നമ്മൾ താഴെ എന്ത് ചെയ്ത് കൊടുക്കണം? ഇൻറ്റു ചെയ്ത് കൊടുക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് നീട്ടി? 480/2250 നീട്ടി. ക്ലിയർ ആണോ? ഇനി ഇവിടെ നോക്കിയാൽ ബോത്ത് ബോയ്സ് എന്ന് പറയുന്നത്, ബോത്ത് ബോയ്സ് എന്നാണ് പറയുന്നത്. ബോയ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? ബോയ്സ് എന്ന് പറയുമ്പോൾ ഈ ക്ലാസ്സിൽ നിന്ന് രണ്ടോടത്തുനിന്നും ബോയ്സ് മാത്രമേ വരാൻ പാടുള്ളൂ. രണ്ടോടത്തുനിന്നും ബോയ്സ്. ഇവിടുത്തെ ബോയ്സ് 25, ഇവിടുത്തെ ബോയ്സ് 26. അപ്പോൾ 25 ഇൻറ്റു 26 ബൈ ടോട്ടൽ എത്രയാണ്? 45 ഇൻറ്റു 50, 2250 ആണ് ടോട്ടൽ അല്ലേ? 25 ഇൻറ്റു 26 ഇൻറ്റു ഇപ്പോൾ എന്ത് കിട്ടി? 650. ക്ലിയർ ആണോ? അപ്പോൾ ബോയ്സിൻ്റെ മാത്രം പറഞ്ഞാൽ ബോയ്സിൻ്റെ എണ്ണം തമ്മിൽ ഇൻറ്റു ചെയ്യുക ബൈ ടോട്ടൽ. ടോട്ടൽ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ എണ്ണം ഇൻറ്റു ഇവിടുത്തെ എണ്ണം. ഇനി അടുത്തത് പ്രോബബിലിറ്റി ഓഫ് 1 ബോയ് ആൻഡ് 1 ഗേൾ. ഇവിടെ നിന്ന് ഒരു ബോയ് ആണെങ്കിൽ ഇവിടെ നിന്ന് എന്തായിരിക്കണം? ഗേൾ ആയിരിക്കണം അല്ലേ? ഇവിടെ നിന്ന് ഒരു ബോയ് ആണെങ്കിൽ ഇവിടെ നിന്ന് എന്തായിരിക്കണം? ഗേൾ ആയിരിക്കണം. ഇവിടുന്ന് ഒരു ബോയ് ആണെങ്കിൽ ഇവിടുത്തെ എന്തായിരിക്കണം? ഗേൾ ആയിരിക്കണം. ഇവിടെ ബോയ്സിൻ്റെ എണ്ണം എത്രയാണ്? 25 ഇൻറ്റു ഇവിടുത്തെ ഗേൾസിൻ്റെ എണ്ണം എത്രയാണ്? 24. 25 ഇൻറ്റു 24 ബൈ ടോട്ടൽ എത്രയാണ്? 2250 പ്ലസ് ഇനി ഇവിടുത്തെ ബോയ്സിൻ്റെ എണ്ണം ഇൻറ്റു ഇവിടുത്തെ ഗേൾസിൻ്റെ എണ്ണം അല്ലേ? അപ്പോൾ എന്ത് വരും? 20 ഇൻറ്റു 26/2250. ഇനി ഇത് രണ്ടും കൂടി ഇൻറ്റു ചെയ്തപ്പോൾ 600 കിട്ടി. ഇത് രണ്ടും കൂടി ഇൻറ്റു ചെയ്തപ്പോൾ 520 കിട്ടി. രണ്ടിടത്തും ഡിനോമിനേറ്റർ സെയിം തന്നെയല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് ന്യൂമറേറ്റർ നമ്മൾ എന്ത് ചെയ്യുക? ആഡ് ചെയ്ത് കൊടുക്കുക. 600 + 520 എത്രയാണ്? 1220/2250. ഡിനോമിനേറ്റർ സെയിം ആണെങ്കിൽ ജസ്റ്റ് ഇത് രണ്ട് ആഡ് ചെയ്തിട്ട് അതേ ഡിനോമിനേറ്റർ എഴുതിയിട്ട് കൊടുത്താൽ മതി. ക്ലിയർ ആണോ? ഇതിന് എത്ര മാർക്കാണ് നമുക്ക് കിട്ടുന്നത്? 4 മാർക്കാണ്. അപ്പോൾ നമ്മൾ ഇന്ന് 4 മാർക്കിൻ്റെ എത്ര ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തു? 4 ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തു. ഏകദേശം 16 മാർക്കിനുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് പഠിച്ചത്. ഓക്കെ, അപ്പോൾ ഞാൻ തുടക്കത്തിലേ പറഞ്ഞിരുന്നു നിങ്ങൾ സ്പെഷ്യൽ നോട്ട്ബുക്ക് കയ്യിലുണ്ടായിരിക്കണം. നമ്മൾ ഓരോ ദിവസം ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യും. അതൊക്കെ നിങ്ങളെ നോട്ട്ബുക്കിൽ എഴുതിയെടുക്കുക. മാത്സിൽ നല്ല രീതിയിലുള്ളൊരു പ്രോഗ്രസ് നിങ്ങൾക്ക് ഉണ്ടാവും എന്നുള്ളതിൽ ഒരു സംശയം വേണ്ട. നിങ്ങൾക്ക് എൻ്റെ ക്ലാസ് കേട്ടിട്ട് ഇഷ്ടമായെങ്കിൽ മാത്രം നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാം. ഓക്കെ, പിന്നെ കമൻറ്റുകൾ നിങ്ങൾ അറിയിക്കണം. നിങ്ങളെ കമൻറ്റുകളാണ് എനിക്ക് അടുത്ത ക്ലാസ് ചെയ്യാനുള്ളൊരു താല്പര്യം, അതുപോലെ തന്നെ ഒരു പ്രോത്സാഹനം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്